നമസ്കാരം. ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കളം ചൂട് പിടിച്ചു കഴിഞ്ഞു. മൂന്നാം ഊഴം പ്രതീക്ഷിക്കുന്ന ഇടതുമുന്നണി മഹാഭൂരിപക്ഷ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണവും ആരംഭിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ പോകുന്നു. പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ വിജയമോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനമോ ഒക്കെ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരും പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പൊന്ന് പ്രഖ്യാപിച്ചോട്ടെ, 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ അവകാശവാദം. എന്തായാലും 24 മണിക്കൂർ എന്നത് 48 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആദ്യഘട്ട പട്ടിക 55 പേരുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പഴയകാല പതിവുകളൊക്കെ ആലോചിച്ചാൽ ഇത് വളരെ നേരത്തെ വന്ന ഒരു പട്ടികയാണ് എന്നതുകൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം അവസാന നിമിഷമടക്കം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയത്തടക്കം സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിച്ച പരിചയമുള്ള ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ശീലമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ആ പഴയകാലം, പക്ഷേ പുതിയ കാലത്തിന് വെച്ച് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായ 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു, തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വരുന്നു. അതിൻ്റെ നേട്ടം കോൺഗ്രസിന് പൂർണ്ണമായും ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോഴും സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ലീഗിലെ പൊട്ടിത്തെറികൾ, വനിതാ ലീഗിലെ അപശബ്ദങ്ങൾ പുറത്തു വന്നത്, BJPയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJPയിലുണ്ടായ തർക്കം, NDAയിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരനൊക്കെ കാമരാജ് കോൺഗ്രസൊക്കെ എതിർപ്പുമായി നിൽക്കുന്നത്, 20-ാം തീയതി മുന്നണി വിടും എന്ന ഭീഷണി മുഴക്കുന്നത്, അങ്ങനെ നിരവധി തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട്. ഈ വാർത്തകളുടെ വിശകലനത്തിലേക്ക് ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം MP-മാർ മത്സരിക്കണോ വേണ്ടേ എന്നതിൽ തീരുമാനം കൃത്യസമയത്തെടുക്കാനും അത് MP-മാരെ ബോധ്യപ്പെടുത്താനും കേരളത്തിലെ നേതാക്കളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ല എന്നതാണ്. അതുതന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ഈ ചർച്ചകളിലെങ്ങും അവസാനം തീരുമാനം എത്താൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് ഇതുകൂടിയാണ്. എന്തുകൊണ്ടാണ് നേരത്തെ ഈ പാർട്ടിക്ക് MP-മാർ മത്സരിക്കണമെങ്കിൽ അത് ആരൊക്കെ മത്സരിക്കണം, അല്ലെങ്കിൽ അതിന് എന്താണ് മാനദണ്ഡങ്ങൾ വേണ്ടത്? ഈ മാനദണ്ഡങ്ങളൊന്നും പ്രഖ്യാപിക്കാതെ, അല്ലെങ്കിൽ അത് MP-മാരെ ബോധ്യപ്പെടുത്താതെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് പട്ടികയുമായി മുന്നോട്ട് പോയത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, എല്ലാ കാലത്തും സാമുദായിക ഒരു സമതുലിതാവസ്ഥ അല്ലെങ്കിൽ സാമുദായിക സമവാക്യം ഇത് പാലിച്ചുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയൊക്കെ എപ്പോഴും നിശ്ചയിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കാലാകാലങ്ങളിലായി അതെല്ലാം ജില്ലകളിലെ സ്ഥാനാർത്ഥികൾ പട്ടിക പരിശോധിക്കുമ്പോൾ ഓരോ ജില്ല തിരിച്ചും അല്ലെങ്കിൽ സംസ്ഥാനം തിരിച്ചുമൊക്കെ അതൊക്കെ പരിശോധിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ കോൺഗ്രസിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം, കോൺഗ്രസിൽ ഹിന്ദു മതത്തിൽ നിന്ന്, ഈഴവ സമുദായത്തിൽ നിന്ന് ഒരേ ഒരു MLA മാത്രമാണ് കോൺഗ്രസിലുണ്ടായിരുന്നത്, K. ബാബു മാത്രമാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ അധികമാരും ചെയ്യാത്ത തരത്തിൽ ഇത്തവണ ഏക MLA ആണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് താൻ ഇനി മത്സരരംഗത്തേക്കില്ല എന്ന് പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയൊക്കെ പ്രഖ്യാപിച്ചു K. ബാബു. സാധാരണഗതിയിൽ കോൺഗ്രസിൽ എത്ര അവശനായി നിൽക്കുന്ന ഘട്ടത്തിലായാൽ പോലും, എത്ര പ്രായം കൂടിയ ഘട്ടത്തിലായാൽ പോലും അങ്ങനെയൊന്നും പ്രഖ്യാപിക്കുന്ന പതിവില്ല. പകരം പ്രധാനപ്പെട്ട ആ വിഭാഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാന വെല്ലുവിളിയായി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയാണ്. ആ വിഭാഗത്തെ പൂർണ്ണമായും തള്ളിക്കളയാനും കോൺഗ്രസിനാവില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒന്നാമത്തെ വലിയ പ്രശ്നമായി സൂചിപ്പിച്ച MP-മാർ മത്സരിക്കുന്നതിൽ തീരുമാനമെടുത്തില്ല എന്ന് പറഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കാരണം 2 MP-മാരാണ് പ്രധാനമായി ഇപ്പോൾ മത്സരരംഗത്തേക്ക് വേണമെന്നുള്ള വാശിയിൽ ഉറച്ചു നിൽക്കുന്നത്. ഒന്ന് KPCCയുടെ മുൻ അധ്യക്ഷൻ K. സുധാകരനാണ്, മറ്റൊന്ന് UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശാണ്. ഈ രണ്ടുപേരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദവും ഇതുതന്നെയാണ്. ശിവഗിരി മഠമടക്കം പരസ്യമായി വന്ന കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ഈ വിഭാഗത്തിൽ നിന്ന് പ്രധാന നേതാക്കളെ, അല്ലെങ്കിൽ ആ വിഭാഗത്തിന് പ്രാതിനിധ്യമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രധാന നേതാക്കളെ ഉൾപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ ഉള്ള നേതാക്കൾ പലപ്പോഴും ഈ മുൻ നേതാക്കളെയൊക്കെ ആശ്രയിക്കേണ്ട അവസ്ഥ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിനു മുന്നിൽ സ്വാഭാവികമായും ആർക്കും ഉയരുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഈ 2 MP-മാരെ മത്സരിപ്പിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചുകൂടെ? ഒരേ സമയം ആ പ്രശ്നത്തിനും പരിഹാരമാകും, ഒരു സമുദായത്തെ പരിഗണിച്ചില്ല എന്നുള്ള പ്രശ്നത്തിനുമൊക്കെ പരിഹാരമാകും എന്നുള്ളത്.
പക്ഷേ അവിടെയും കോൺഗ്രസിന് മുന്നിൽ ചില പ്രായോഗിക പ്രശ്നമുണ്ട്. അതിൽ കണ്ണൂരല്ല ഏറ്റവും വലിയ പ്രായോഗിക പ്രശ്നം. കണ്ണൂരിൽ കെ സുധാകരനെ പോലെ ഒരാളെ ഇപ്പോൾ മത്സരിപ്പിക്കാൻ തയ്യാറായാൽ ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയോ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞ ഒരു മന്ത്രിസഭയുണ്ടായാൽ അന്നുണ്ടാക്കാൻ പോകുന്ന മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയും വകുപ്പുകളെ ചൊല്ലിയൊക്കെ കെ സുധാകരൻ ഉണ്ടാക്കാൻ പോകുന്ന പൂലുകളും ഒക്കെ അതൊക്കെ വേറൊരു വഴിക്ക്, അതൊക്കെ തൽക്കാലം ഏത് തെരഞ്ഞെടുപ്പിലും വിജയത്തിന് ശേഷമല്ലേ പിന്നെ ജയിച്ചാൽ എന്ത് ചെയ്യും, ആരെ മന്ത്രിയാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ അതല്ല ആറ്റിങ്ങലിനെ സംബന്ധിച്ചൊരു വിഷയം. CPM-ന്റെ ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്നു ആറ്റിങ്ങൽ. ആ ചെങ്കോട്ടയിൽ വിള്ളൽ വീഴ്ത്തി കഴിഞ്ഞതിന് മുൻപിലെ തവണ അടൂർ പ്രകാശാണ് ആ മണ്ഡലം പിടിച്ചെടുത്തത്. ആ മണ്ഡലത്തിൽപ്പെടുന്ന ആളെ അല്ല അടൂർ പ്രകാശ്. പക്ഷേ അടൂർ പ്രകാശിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അപ്രതീക്ഷിതമായി അവിടേക്ക് കൊണ്ടുവരുന്നു. സ്ഥിരമായി കോന്നിയിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്ന MLA ആയ മന്ത്രിയായ കയറിയിരുന്ന അടൂർ പ്രകാശിനെ അവിടേക്ക് കൊണ്ടുവരുന്നു. അടൂർ പ്രകാശിനെ കൊണ്ടുവരുമ്പോൾ 2019 അദ്ദേഹം ആറ്റിങ്ങൽ ആദ്യമായി ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ആറ്റിങ്ങൽ നിലനിർത്തിയെങ്കിലും അദ്ദേഹമായിട്ട് കൂടി കഷ്ടിച്ചാണ് കോൺഗ്രസിന് ആ മണ്ഡലം നിലനിർത്താനായത്. ഇടതുമുന്നണി അവരുടെ പഴയ കരുത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങലിൽ. ഇനി ഈ അടൂർ പ്രകാശ് മത്സരിച്ചാൽ സ്വാഭാവികമായും അവിടെ കോന്നിയിൽ ജയിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സംശയമില്ല, കോൺഗ്രസിനെ സംബന്ധിച്ചും അക്കാര്യത്തിൽ കാര്യമായ സംശയമില്ല. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ആ മണ്ഡലമൊക്കെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആ ഒരു മണ്ഡലം പിടിച്ചെടുക്കുമ്പോൾ ആറ്റിങ്ങൽ പോലെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് പകരം ആരെ അവതരിപ്പിക്കും കോൺഗ്രസിന് എന്നുള്ള ചോദ്യം കോൺഗ്രസിന് മുന്നിൽ വലിയ ചോദ്യമായി തന്നെ നിൽക്കും. ഈ എങ്ങാനും ആറ്റിങ്ങൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് എക്കാലത്തേക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇടതുമുന്നണി പാഠം പഠിച്ചു നിൽക്കുകയാണ്. ആ മുന്നണിയെ ഇനിയും അത് ഒരിക്കൽ തിരിച്ചു കിട്ടിയാൽ അത് മടക്കി നിലനിർത്താനുള്ള സർവ്വ ജോലിയും ഇടതുമുന്നണി ചെയ്യും എന്നത് ഉറപ്പാണ്. അങ്ങനെ രണ്ട് പ്രായോഗിക പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വിജയസാധ്യതയ്ക്കപ്പുറം നേതാക്കൾ സ്വന്തക്കാർക്കും സ്വന്തം ഗ്രൂപ്പുകാർക്കും വേണ്ടി അല്ലെങ്കിൽ ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാവണം എന്ന ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസ് വരും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചല്ല കോൺഗ്രസ് മത്സരത്തിലേക്ക് വരുന്നത്. ജയിക്കുന്ന MLA-മാരിൽ നിന്ന് ആരെയാണ് നിങ്ങൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത് എന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു കണക്കെടുപ്പ് നടത്തുന്നു. ഏത് വ്യക്തിക്കാണോ കൂടുതൽ പേരുടെ പിന്തുണ കിട്ടുന്നത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ രീതി. അപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിൽപ്പുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്നുള്ള രീതിയൊന്നും കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടാവണമെന്നില്ല. രമേശ് ചെന്നിത്തല ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനി അതല്ല KC വേണുഗോപാൽ മത്സരത്തിലേക്ക് വരും എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിലേക്ക് ഇപ്പോൾ എന്തായാലും ഇതുവരെയുള്ള സ്ഥിതി അനുസരിച്ച് അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് കാണുന്നത്. എന്തായാലും ആരായാലും അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരെ കൈപൊക്കാൻ കഴിയുന്ന MLA-മാർ അത് വേണം എന്നുള്ള ഓരോരുത്തരുടെയും ആവശ്യം. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസിൻ്റെ പട്ടിക നീളുന്നതിന് ഇത്തരം കാരണങ്ങളൊക്കെ പറയാൻ കഴിയും. ഇതൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലേക്കാണ് ഏറ്റവും കടുത്ത പ്രശ്നങ്ങൾ നിൽക്കുന്നത്. നെയ്യാറ്റിൻകരയും പാറശാലയും നേമത്തും ഒന്നും സ്ഥാനാർത്ഥികളെ ഇതുവരെ നിശ്ചയിക്കാനാവുന്നില്ല. M. ലിജുവിനെ കായംകുളത്ത് മത്സരിപ്പിക്കണോ തൃപ്പൂണിത്തറ മത്സരിക്കണോ എന്ന കാര്യത്തിലടക്കം തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഇന്ന് തന്നെ അല്പം വൈകിയാലും ചിലപ്പോൾ ഈ ഇലക്ഷൻ ചാനൽ ചെയ്യുന്ന സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ പട്ടിക വരും എന്നുള്ള പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അവകാശവാദമാണ് നേതാക്കളൊക്കെയും ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കിനി അടുത്ത ഘട്ടമായി നോക്കേണ്ടത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കപ്പുറത്തേക്ക് സമാനമായ പ്രതിസന്ധി മുസ്ലിം ലീഗിലുമുണ്ട് എന്നുള്ളതാണ്. ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എന്തായാലും ലീഗിൽ സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ അവിടെ ഒരു ഏതെങ്കിലും തരത്തിൽ വിമതസ്വരം ഉയരുന്ന വളരെ കുറവാണ്. എന്നാൽ ഇക്കുറി ലീഗിലും അങ്ങനെയല്ല. ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി എതിർപ്പുകൾ ശക്തമാകുന്നു. അതിൽ ഏറ്റവും പ്രധാനം അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയുടേതാണ്. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി പരസ്യമായി തന്നെ ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് രംഗത്ത് വരുന്നു. രണ്ടത്താണിയുമായി CPM ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രധാനപ്പെട്ട അവസരം എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ നെടുങ്കോട്ടകളിൽ എന്തായാലും മത്സരിക്കുമ്പോൾ അവിടെ ഒരു ഉറച്ച വിജയമൊക്കെ ഏറെക്കുറെ അസാധ്യമായ പല മണ്ഡലങ്ങളുമുണ്ട്. ഇത്തരം മണ്ഡലങ്ങളിൽ ലീഗ് വിട്ടുവരുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ ഇപ്പോൾ ഇടതുമുന്നണി മുമ്പ് നടത്തിയ പരീക്ഷണമൊക്കെയും അങ്ങനെയാണ്. KT ജലീലായാലും ഇപ്പോൾ മത്സരിക്കുന്ന V. അബ്ദുൾ റഹ്മാൻ മന്ത്രിയൊക്കെ ആയാലും ഇവരെല്ലാവരും ലീഗ് വിട്ടുവന്നാണ് വരുന്നവരെ സ്വന്തം പാളയത്തിൽ കൊണ്ടുവന്നാണ് ലീഗിൻ്റെ കോട്ടകളെ പൊളിച്ചിട്ടുള്ളത്. ആ മട്ടിൽ ഇപ്പോൾ രണ്ടത്താണിയെയും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. അതിന് രണ്ടത്താണിക്കും താല്പര്യമുള്ള ചില മണ്ഡലങ്ങളൊക്കെ വരുന്നുണ്ട്. V. അബ്ദുൾ റഹ്മാൻ തിരൂരിലേക്ക് മാറുകയാണെങ്കിൽ അദ്ദേഹത്തിനെ താനൂരിൽ പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹം അവിടെ മത്സരിക്കാൻ തയ്യാറാവുകയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ഈ സമയം വരെയും അദ്ദേഹം എന്തായാലും പ്രചരണത്തിന് ഇറങ്ങിയിട്ടേയില്ല. അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള നിലപാടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെയാണ് ഒരു മാറ്റം അവിടെ ഉണ്ടാകുമെങ്കിൽ ചിലപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല തിരൂരങ്ങാടിയിൽ ലീഗിനെതിരെ തന്നെ
തന്നെ വീണ്ടും ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ രണ്ടത്താണിയെ അവതരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അത് ഒരു വഴിക്ക് ലീഗിൽ അത്തരം ഒരു ചില പരസ്യ പ്രതിഷേധങ്ങളൊക്കെ, പക്ഷേ ലീഗിനെ സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ പറയുമ്പോഴും അറിയാം, ലീഗിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത്തരം പരസ്യ പ്രതിഷേധങ്ങളെ ആകെ ലീഗിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാതെ ആ ഒരു മണ്ഡലത്തിൽ ചിലപ്പോൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ബാധിച്ചേക്കാം, അതിനപ്പുറത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാതൊക്കെ ഇരിക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് ലീഗ്. പക്ഷേ അത് ഇപ്പോഴും ഉപയോഗിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ മറ്റ് കോൺഗ്രസിനെ പോലെ ആ തരത്തിലേക്ക് ഒരിടത്ത് വിമതനം വന്നു എന്നതുകൊണ്ട് വലിയ തലവേദന അവർക്കുണ്ടാവാത്ത പാർട്ടിയാണ്. മറ്റൊന്ന് നിൽക്കുന്നത് വനിതാ ലീഗിൻ്റെ ഭാഗത്തു നിന്നാണ്. വനിതാ ലീഗുകാർ പ്രധാനമായും പറയുന്നത് വനിതാ ലീഗിൽ നിന്ന് ഒരാളെ പോലും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ചില്ല എന്നുള്ളതാണ്. വനിതാ ലീഗിൻ്റെ നേതാവ് നൂർബീന റഷീദ് തന്നെ ഇത് പരസ്യമായി പറയുന്നു. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ള ചോദ്യം, ഒരു സുപ്രധാന ചോദ്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്. ഈ തലമുറ മാറ്റം എന്നൊക്കെ പറയുന്നത് പുതിയ ആളുകളെയൊക്കെ അവതരിപ്പിച്ചു, രണ്ടുപേരെ സ്ത്രീകളെ ലീഗ് അവതരിപ്പിച്ചു. ഈ രണ്ടുപേരെ അവതരിപ്പിക്കുമ്പോൾ ഒന്ന് പുതിയ തലമുറയിൽ നിന്നുള്ള ഒരാൾ കൂടി ഫാത്തിമ തെഹ്രിയ കൂടി സ്ഥാനാർത്ഥിയാവുന്നു. അപ്പോൾ പരോക്ഷമായി അവർ ചോദിക്കുന്നത് ഈ തലമുറ മാറ്റം പെണ്ണുങ്ങൾക്ക് മാത്രം മതിയോ, ആണുങ്ങൾക്കും വേണ്ടേ എന്നുള്ള ചോദ്യം ലീഗ് നേതൃത്വത്തോട് ചോദിക്കുന്നുണ്ട്. ആ നേതൃത്വത്തിന് ഇപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരവില്ല. ഇന്ന് തങ്ങളൊക്കെ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ആണുങ്ങളൊക്കെ ലീഗ്, മുസ്ലിം ലീഗ്, സ്ത്രീകളൊക്കെ വനിതാ ലീഗ്, അങ്ങനെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്, അല്ലാതെ വനിതാ ലീഗിൻ്റെ നേതാവാണോ അല്ലയോ എന്നുള്ളതൊന്നും കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ലീഗിനെ സംബന്ധിച്ചും ഇത്തവണ ഈ തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധം അത് പരസ്യമാകുന്നു എന്നുള്ളത് ലീഗിനുള്ളിലെ വെല്ലുവിളി തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് എത്തേണ്ടത് BJP-യിലേക്കാണ്. BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അത് BJP എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ, വിജയ സാധ്യതയോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനമൊക്കെ BJP സ്വയം പ്രതീക്ഷിക്കുന്ന സീറ്റുകളാണ്. സ്വാഭാവികമായും അവിടെ പ്രതീക്ഷിച്ച ചില പേരുകളാണ് മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും മുൻകൂട്ടി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെയാണ്. അങ്ങനെ ഒരു അത്ഭുതം BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയിലില്ല. പക്ഷേ കുമ്മനം രാജശേഖരനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇപ്പോൾ വീണ്ടും മത്സരരംഗത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പുറമേക്ക് പ്രതീക്ഷിച്ചിരുന്ന, ഇനി പാർട്ടിക്കുള്ളിൽ അങ്ങനെ ആലോചിച്ചു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല, മുൻ ഗവർണറും ഒക്കെ ആയിരുന്ന PS ശ്രീധരൻപിള്ളയുണ്ട്. MD രമേശിനെ പോലെ, JR പത്മകുമാറിനെ പോലെ, B ഗോപാലകൃഷ്ണനെ പോലെ ഉള്ള പ്രമുഖർ പലരും BJP ജയസാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലില്ല. സ്വാഭാവികമായും മറുചോദ്യം ഉയരും, കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും അല്ലെങ്കിൽ CPI-യിൽ നിന്നും ലീഗിൽ നിന്നുമൊക്കെ അങ്ങനെ പ്രമുഖ നേതാക്കളൊക്കെ മത്സരിക്കുന്നുണ്ടോ എന്ന്. പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ പാർട്ടിയിലൊക്കെ ആകെ മത്സരിക്കാൻ കിട്ടുന്ന സീറ്റുകളേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആ പാർട്ടിയിലൊക്കെ ഉണ്ട്. പക്ഷേ BJP-യുടെ അവസ്ഥ അങ്ങനെയല്ല. BJP-യെ സംബന്ധിച്ച് സീറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ആ സീറ്റുകളുടെ എണ്ണത്തിലേക്ക് മത്സരിപ്പിക്കാൻ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ നോക്കുമ്പോൾ അതിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ട് എന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും അത്തരം ഒരു സംശയം വരുന്നത്. മറ്റൊന്ന്, വലിയൊരു ഗൗരവമായ ആരോപണം BJP-ക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. ആരോപണത്തിൻ്റെ സത്യാവസ്ഥകളെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. BJP-ക്കുള്ളിൽ നിന്ന് ആരോപണം, ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്ന ആളാണ് സന്ദീപ് വാചസ്പതിയെ പക്ഷേ ചെങ്ങന്നൂരിൽ നിന്ന് മാറ്റി ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നു. ഇതിൽ പ്രാദേശികമായ പ്രതിഷേധം ചെങ്ങന്നൂരിൽ ഉയരുന്നുണ്ട്. കാരണം ചെങ്ങന്നൂരിൽ നിന്ന് കഴിഞ്ഞ തവണ ഒരു പ്രധാന പ്രത്യേകത, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്തുകളിൽ BJP-ക്ക് അധികാരം നേടാൻ കഴിഞ്ഞ ഒരു സ്ഥലമാണ്. ഒരു CPM-ൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മത്സരിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു മന്ത്രി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ, അവിടെ BJP-ക്ക് വലിയ വളർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും BJP CPM-നെ നേരിടാൻ നിൽക്കുന്ന, ഇടതുമുന്നണിയെ നേരിടാൻ നിൽക്കുന്ന BJP-യെ സംബന്ധിച്ച് അവിടെ ഇതുവരെ ഒരാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചോ, അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നു. വി മുരളീധരനൊക്കെ എത്രയോ കാലമായി കഴക്കൂട്ടത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണെന്ന് അദ്ദേഹം തന്നെ അറിഞ്ഞോ അറിയാതെയൊക്കെ പ്രഖ്യാപിച്ചിട്ട് കാലം എത്രയാവുന്നു. സന്ദീപ് വാചസ്പതിയും അതുപോലെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ ആ സ്ഥാനാർത്ഥി മാറി പകരം മറ്റൊരാളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം പരാജയപ്പെട്ട ആൾ സ്ഥാനാർത്ഥിയാവുന്നു. അത് സജി ചെറിയാന് വേണ്ടിയാണ് ഈ മാറ്റം എന്ന തരത്തിലേക്കുള്ള ആക്ഷേപം പോലും BJP കീഴിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ച് അലട്ടുന്ന മറ്റു പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, BJP-യിൽ തിരുവനന്തപുരത്ത്, ഇനി അത് തിരുവനന്തപുരം മണ്ഡലം നമ്മൾ വിശദമായി പിന്നീട് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അതിലേക്ക് പിന്നീട് വരാം. മുന്നണിയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട തർക്കങ്ങളാണ്. അതൊന്ന് കാമരാജ് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ്.
കാമരാജ് കോൺഗ്രസിന്റെ പ്രതിഷേധം അങ്ങനെ കേരളമാകെ അലയടിക്കുമെന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയാകെ അലയടിക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ തിരുവനന്തപുരത്തെ ചില പ്രധാനപ്പെട്ട പോക്കറ്റുകളിലൊക്കെ വിഷ്ണുപുരം ചന്ദ്രശേഖരന് കാമരാജ് കോൺഗ്രസിന് ചില സ്വാധീനമൊക്കെ ഉണ്ട്. BJP വോട്ടുകളുടെ എണ്ണമൊക്കെ അല്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ശേഷിയുള്ള ചില മണ്ഡലങ്ങളെങ്കിലും അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു നാടാർ വോട്ടുകളൊക്കെ നിർണായകമായ മണ്ഡലങ്ങളിലെ ഹിന്ദു നാടാർ വിഭാഗത്തിലെ ഒരു വിഭാഗത്തിൻ്റെങ്കിലും വോട്ടൊക്കെ കിട്ടുന്നവരാണ്. ഇതേ പ്രതീക്ഷയിലായിരുന്നു UDF അസോസിയേറ്റ് മെമ്പർഷിപ്പ് സ്ഥാനം കൊടുത്തു എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കൊടുത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പ്രഖ്യാപിക്കുന്നു. എന്ത് അസോസിയേറ്റ് മെമ്പർ സ്ഥാനം എന്ന് പറഞ്ഞ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നേരെ പോയി NDAയിൽ ചേരുന്നു. പാറശാല സീറ്റ് ചോദിക്കുന്നു. പക്ഷേ പാറശാല വിട്ടിട്ട് അവർ അരുവിക്കര സീറ്റാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന് കൊടുക്കുന്നത്. ചന്ദ്രശേഖരൻ തിരിച്ച് പരാതി പറയാനായി BJP ഓഫീസിൽ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ എത്തിയെന്നും പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഉണ്ടായിരുന്നില്ലെന്നുമൊക്കെ അദ്ദേഹം പരാതിയുമായി തിരിച്ചു പോയിട്ട് ഞാൻ 20-ാം തീയതി വരെ കാക്കും, ശേഷം മുന്നണി വിടാനുള്ള പ്രഖ്യാപനം നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. അത് വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് ഇങ്ങനെ പ്രഖ്യാപനം നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ രീതി വെച്ച് നമുക്ക് ഉറപ്പിച്ചെന്തെങ്കിലും പറയാൻ കഴിയില്ല. ഇതേ പ്രഖ്യാപനം തന്നെ ഏത് 20 എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതേ പ്രഖ്യാപനം തന്നെ അദ്ദേഹം തിരുത്താനും ഒക്കെയുള്ള സാധ്യതകൾ ഒക്കെ ഉണ്ട്. പക്ഷേ അത് പരിഹരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് BJPക്ക് ഒരു ചില മണ്ഡലങ്ങളെങ്കിലും തലവേദനയ്ക്ക് സാധ്യതയുള്ളതെന്നാണ്. മറ്റൊന്ന് തൃപ്പൂണിത്തറ സീറ്റിനെ ചൊല്ലിയാണ്. തൃപ്പൂണിത്തറ സീറ്റിൽ നമുക്കറിയാം BJPക്ക് വലിയ പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ BJPക്ക് വലിയ വോട്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ വോട്ട് തുറവൂർ വിശ്വംഭരൊക്കെ മത്സരിക്കുമ്പോൾ അന്ന് M. സ്വരാജ് അങ്ങനെയാണ് K. ബാബുവിനെ പരാജയപ്പെടുത്തുന്നത്. K. ബാബുവിൻ്റെ കുത്തക സീറ്റായിരുന്നു അന്ന് ഈ തൃപ്പൂണിത്തറ എന്ന് പറയുന്നത്. ആ തൃപ്പൂണിത്തറയിൽ K. ബാബുവിനെ പരാജയപ്പെടുത്തി M. സ്വരാജ് വരുന്നത് 29,000-ഓളം വോട്ട് തുറവൂർ വിശ്വംഭരൻ എന്ന് പറയുന്ന BDJSന്റെ സ്ഥാനാർത്ഥി അവിടെ നേടുന്നു. തുറവൂർ വിശ്വംഭരൻ അവിടെ വലിയ സ്വാധീനമുള്ളതാണ്. സാമുദായിക സമവാക്യങ്ങളിലും K. ബാബുവിൻ്റെ വോട്ട് പിടിക്കാൻ ശേഷിയുള്ള ഒരാളായിരുന്നു തുറവൂർ വിശ്വംഭരൻ. അങ്ങനെ വോട്ട് പിടിച്ച് അവിടെ M. സ്വരാജ് ജയിക്കുന്നു. കഴിഞ്ഞ തവണ അത്രത്തോളം വോട്ട് KS രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. അത്രത്തോളം വോട്ട് BJPക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും KS രാധാകൃഷ്ണൻ മെച്ചപ്പെട്ട രീതിയിൽ 20,000-ന് മേൽ വോട്ടൊക്കെ പിടിച്ച് അവിടെ BJPയുടെ ഒരു ശക്തമായ സാന്നിധ്യമൊക്കെ തെളിയിച്ച മണ്ഡലമാണ്. എറണാകുളം ജില്ലയിലെ A ക്ലാസ് മണ്ഡലം എന്നൊക്കെ BJP വിലയിരുത്തുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ അത് 2020-ക്ക് നൽകി എന്നുള്ളിടത്താണ് അവിടെ ഇവർക്ക് പ്രതിഷേധം വരുന്നത്. അത് സിനിമാ താരം അഞ്ജലി നായരെയാണ് 2020 അവിടേക്ക് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്നതുകൂടിയുണ്ട്. അത് സ്വാഭാവികമായും ജില്ലയിലെ BJP പ്രവർത്തകർക്കിടയിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് BJPയിലും 3 മുന്നണിയിലുമൊക്കെ ഈ പ്രതിഷേധം നിൽക്കുന്നുണ്ട്. ഇനി പ്രത്യേകമായി എടുത്തില്ലെങ്കിലും കഴിഞ്ഞ ദിവസം വിശദമായി എടുത്തതുകൊണ്ടാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് CPMലെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അതിനെ മറികടക്കാനുള്ള ശ്രമം ഈ പുതിയ പ്രതിഷേധങ്ങളിലേക്ക് കടന്നതുകൊണ്ട് ഇടതുമുന്നണിയിൽ പ്രതിഷേധമില്ല എന്നൊരു ചോദ്യം ഉണ്ടാവരുത്, അല്ലെങ്കിൽ അത് ആ ഒരു ചോദ്യത്തിന് കൂടി മറുപടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ആ പ്രതിഷേധം ഉണ്ടാവുകയും അത് നമ്മൾ വാർത്തകൾ ഇലക്ഷൻ ചാനൽ തന്നെ വിശദമായി എടുക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് അതിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്കിനി ഒരു മണ്ഡലത്തിൻ്റെ വിശദമായ പരിശോധനയിലേക്ക്, അത് തിരുവനന്തപുരം മണ്ഡലമാണ്, അതിലേക്ക് കടക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ ഒരു ഭാഗത്ത് മാത്രമാണ് ആയത്. UDFൽ CP ജോണാണ് സ്ഥാനാർത്ഥി എന്നത് പ്രഖ്യാപനം വന്നു. തിരുവനന്തപുരം മണ്ഡലം ഒരേപോലെ ഇടതുമുന്നണിയും ഒരേപോലെ തന്നെ UDFും ഒരേപോലെ BJPയും പ്രതീക്ഷിക്കുന്ന മണ്ഡലവുമാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് LDFന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവാത്തത്, BJPക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാത്തത്? രണ്ടു കൂട്ടരും ആലോചിച്ച് നിൽക്കുകയാണ്. മറുകൂട്ടരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷമാവട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു നിൽക്കുകയാണ്. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും മത്സരചിത്രം ഏറെക്കുറെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ 3 പേരും ഒരേപോലെ പ്രതീക്ഷിക്കുന്ന മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഈ 3 മുന്നണിയിൽ 2 മുന്നണിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നില്ല. അങ്ങനെ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. ആ ഒരു കൗതുകമുണ്ട്. എന്തായാലും നാളെ കൊണ്ട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആവും എന്നുള്ള പ്രതീക്ഷയാണ് ഇടതുമുന്നണി പ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയും നാളെ അയക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്. അതിൽ കുമ്മനം രാജശേഖരൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വന്നേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. അതല്ല, കരമന ജയൻ തന്നെയാവും സ്ഥാനാർത്ഥി എന്നും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ മണ്ഡലത്തിൻ്റെ ഈ മണ്ഡലം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നത് എന്നറിയാൻ ആ മണ്ഡലത്തിൻ്റെ മുൻകാല ചരിത്രവും അതിൻ്റെ വോട്ട് നിലയും ഒക്കെ ഒന്ന് പരിശോധിക്കാം. ആദ്യം തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരായിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന MLA മാർ എന്നതുകൂടി നോക്കാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ 2006-ൽ V. ശിവൻകുട്ടിയായിരുന്നു MLA ആയിരുന്നു. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച V. ശിവൻകുട്ടിയായിരുന്നു. 2011-ൽ അത് VS ശിവകുമാർ മണ്ഡലം പിടിച്ചെടുക്കുന്നു. 2011-ൽ അദ്ദേഹം VS ശിവകുമാർ മണ്ഡലത്തിൽ ജയിക്കുകയും മന്ത്രിയാവുകയും ആരോഗ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്തതാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയാവുകയും ഒക്കെ ചെയ്തതാണ്. VS ശിവകുമാറിൻ്റെ മണ്ഡലമായിരുന്നു. 2011-ലും 2016-ലും
VS ശിവകുമാർ മണ്ഡലത്തിൽ നിന്ന് മെച്ചപ്പെട്ട വിജയം തന്നെയാണ് നേടിയത്. മികച്ച വോട്ടിൻ്റെ മാർജിൽ തന്നെയാണ് അദ്ദേഹത്തിന് 2 തവണയും ആ മണ്ഡലം നിലനിർത്താനായത്. 2021 കഴിഞ്ഞ തവണ ആന്റണി രാജുവിനോട് അനായാസമായി വിജയിക്കാൻ ശിവകുമാറിന് കഴിയുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നിന്ന മണ്ഡലത്തിൽ ആന്റണി രാജുവിനോട് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. അങ്ങനെയാണ് ആന്റണി രാജു തിരുവനന്തപുരത്ത് ഇടതുമുന്നണിക്ക് വേണ്ടി അവിടെ ഒരു വിജയം ഉറപ്പാക്കുന്നു. ആന്റണി രാജു സമാനമായ രീതിയിലേക്ക് പിന്നീട് മന്ത്രിസഭയിൽ പകുതി കാലത്തേക്ക് മന്ത്രിസഭയിലെത്തുന്നു, മന്ത്രിയൊക്കെ ആകുന്നു. അതിൻ്റെ വോട്ടിൻ്റെ കണക്കുകൾ കൂടി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2011 കണക്കെടുത്തു കഴിഞ്ഞാൽ 2011 LDF നേടിയ വോട്ട് 49,122 വോട്ടുകളായിരുന്നു. അന്ന് UDF കിട്ടിയത് 43,770 വോട്ടാണ്. NDAക്ക് അന്ന് 11,519 വോട്ട് മാത്രമേ ഉള്ളൂ. NDA അന്നൊരു നിർണായക ശക്തിയായി 2011 മാറുന്നില്ല. ആ സമയത്ത് 5,352 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അന്ന് 2,532 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിക്കുന്നത്. VS ശിവകുമാറിൻ്റെ വിജയം ഉണ്ടാകുന്നത്. അതിനുശേഷം വീണ്ടും 2016 വരുന്നാൽ 2016 LDFന് 35,569 വോട്ട് കിട്ടുമ്പോൾ UDFന് 46,474 വോട്ട് കിട്ടുന്നു. 34,764 വോട്ട് അന്ന് NDAക്ക് ലഭിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട പ്രത്യേകത 2014 തെരഞ്ഞെടുപ്പിലാണ് തിരുവനന്തപുരത്ത് O രാജഗോപാൽ മത്സരിക്കുകയും തിരുവനന്തപുരത്ത് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ഭൂരിപക്ഷം നേടുകയും പക്ഷേ വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാന നിമിഷം വരെ ക്രിക്കറ്റിൻ്റെ ഫൈനലിലേക്ക് അവസാന പന്തിൽ ത്രസിപ്പിക്കുന്ന വിജയം എന്നൊക്കെ പറയുന്നത് പോലെ അന്നാണ് ശശി തരൂർ തീരദേശ മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 4 ഭൂരിപക്ഷം O രാജഗോപാൽ നേടുമ്പോൾ 3 ഭൂരിപക്ഷം കൊണ്ട് അവിടെ അതിനെ മറികടന്നുകൊണ്ട് ശശി തരൂർ വിജയിക്കുന്നത്. അതിനുശേഷമാണ് തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് നേമം കേന്ദ്രീകരിച്ചൊക്കെ വലിയ തോതിലേക്ക് കഴക്കൂട്ടം കേന്ദ്രീകരിച്ചൊക്കെ BJPയുടെ ഒരു വളർച്ച ഉണ്ടാകുന്നത്, BJP വോട്ട് ബാങ്ക് വളരുന്നത്. അത് 2021 വ്യക്തമാണ്. 2021 48,748 വോട്ട് LDFന് നേടുമ്പോൾ 41,659 വോട്ട് UDFനും 34,996 വോട്ട് NDAക്ക് ലഭിക്കുന്നു. 30,000 മേൽ വോട്ട് ലഭിക്കുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി അത് നിൽക്കുകയാണ്. നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം കൂടി ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ രീതിയിൽ വിധി എഴുതുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലം. ആ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ 2014 1808 വോട്ടിന് NDA മുന്നിലായിരുന്നു. O രാജഗോപാൽ മത്സരിക്കുമ്പോഴാണ് 1808 വോട്ടിൽ NDA 1ാം സ്ഥാനത്ത് വന്ന സ്ഥലമാണ് തിരുവനന്തപുരം മണ്ഡലം എന്ന് ആലോചിക്കണം. അന്ന് 2ാം സ്ഥാനത്ത് കോൺഗ്രസും 3ാം സ്ഥാനത്തേക്ക് LDFും പോകുന്ന അവസ്ഥയുണ്ടായി. 2019 വരുമ്പോൾ അവിടെ UDF അതിൻ്റെ ഒരു പ്രതാപം തിരിച്ചു പിടിക്കുകയാണ്. 2019 അന്ന് 14,200 വോട്ടിന് ശശി തരൂർ മുന്നിൽ വരുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും NDAക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ വ്യക്തമായൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ 14,200 വോട്ടിന് UDF മുന്നിൽ വരുന്നു. 2024 എത്തുമ്പോഴേക്കും പക്ഷേ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം ഈ 14,000 നിന്ന് 4,541 കുറയുന്നുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്. ഇനി നമുക്ക് ഏറ്റവും പുതിയ കണക്കെന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇതിൽ എങ്ങനെയായിരുന്നു 3 മുന്നണികൾക്കും ഈ തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ടായിരുന്നത്, എങ്ങനെയാണ് സാധ്യതകൾ എന്നതുകൂടി പരിശോധിക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മുന്നിലെത്തിയത് LDF ആണ്. 48,748 വോട്ടുകൾ നേടി 7,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF അവിടെ മുന്നിലെത്തുന്നു. അവിടെ 2ാം സ്ഥാനത്ത് അന്ന് UDF ആണ് നിൽക്കുന്നത്. 41,659 വോട്ട്. NDA അപ്പോഴും അവരുടെ മെച്ചപ്പെട്ട പ്രകടനം തന്നെ നിയമസഭയിലേക്ക് കാഴ്ചവെക്കുന്നു. 34,996 എന്ന് പറയുന്ന വളരെ മെച്ചപ്പെട്ട ഒരു പ്രകടനം NDA കാഴ്ചവെക്കുന്നു. അതിനുശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കഴിഞ്ഞ 1-1.5 വർഷത്തിനുള്ളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെ വരുമ്പോൾ മത്സരചിത്രം ആകെ മാറുകയാണ്. 1ാം സ്ഥാനത്ത് നിന്ന LDF അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 3ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളുന്നത്. 48,748 നിന്ന് 27,000 ഏകദേശം 20,000 വോട്ടിൻ്റെ കുറവിലേക്ക് LDF എത്തുന്നു. ആ കുറവിൽ 20,000 വോട്ട് LDFന് കുറയുമ്പോൾ അതിലെ ഒരു ഭാഗം കിട്ടുന്നത് 41,000 ശിഷ്ട വോട്ട് കിട്ടിയിരുന്നത് 48,000 ആ 20,000 വോട്ടിൽ ഏകദേശം 7,000-ഓളം വോട്ട് കിട്ടുന്നത് UDFനാണ്. അതോടൊപ്പം തന്നെ NDA ഉണ്ടാക്കുന്ന നേട്ടം അതിലും വലുതാണ്. NDA ഏകദേശം 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലീഡ് NDAയും അവിടെ നിന്ന് സ്വന്തമാക്കുന്നു. LDF 3ാം സ്ഥാനത്തും UDF 1ാം സ്ഥാനത്തും NDA 2ാം സ്ഥാനത്തും എന്നതിലേക്ക് വരുന്നു. LDF ആയിരുന്നു നിയമസഭയിൽ 1ാം സ്ഥാനത്ത് നിന്ന് ആലോചിക്കണം. ഏറ്റവും അവസാനം നടന്നത് അവിടുത്തെ തദ്ദേശ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്.
കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് BJP അധികാരത്തിലേറിയ ഒരു സ്ഥലമാണ് എന്നത് ആലോചിക്കണം. പൂർണ്ണമായും കോർപ്പറേഷൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയത് UDF ആണ്. LDF ആണ്. LDF 40,796 വോട്ട് നേടി LDF ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയ LDF വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ അത്ര വിജയം നേടാനായില്ലെങ്കിലും 40,000-ലേക്ക് അവർ നില മെച്ചപ്പെടുത്തുന്നു. 34,450 വോട്ടുമായി NDA രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. മൂന്നാം സ്ഥാനത്തേക്കാണ് UDF എത്തുന്നത്. അത് 33,544. ഇതാണ് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച ഏകദേശ ചിത്രം. എന്തായാലും തിരുവനന്തപുരത്തെ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് മുന്നണികളും തിരുവനന്തപുരത്ത് ആരാവണം എന്നുള്ള ഒരു ആകാംക്ഷയിൽ എതിർ മുന്നണിയുടെ തീരുമാനം CPM-ൻ്റെ ആരാവണം എന്നതറിഞ്ഞിട്ട് BJP-യുടെ ആരാവണം എന്നറിഞ്ഞിട്ട് CPM ഒക്കെ ആ ഒരു തന്ത്രപരമായ നിലപാടിലേക്ക് നിൽക്കുന്നത്. CPM സീറ്റ് ഏറ്റെടുക്കുകയല്ല, അത് ആന്റണി രാജുവിന് CPM ഏറ്റെടുക്കാൻ ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ ആന്റണി രാജുവിന് പറയുന്ന ആൾക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഇടതു മുന്നണി നിൽക്കുന്നത്. വരുന്ന മണിക്കൂറുകളിലോ നാളെയോ ആ സീറ്റിൽ അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സുപ്രധാനമായ മറ്റൊരു ഇലക്ഷൻ അപ്ഡേറ്റ് കൂടിയുണ്ട്. 2020 സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ലക്ഷ്മി പ്രിയയ്ക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ആളിന് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളത് ഈ തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വെച്ചെങ്കിലും പരിശോധിക്കേണ്ടതായിരുന്നു. അന്ന് ആ തരത്തിലേക്ക് കോഴിക്കോടൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന്. ഇപ്പോൾ 2020യും അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റോഡ് ഷോ അടക്കം മാറ്റി വെച്ചിരിക്കുകയാണ്. 2020യെ പോലെ പ്രൊഫഷണലായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് എന്നത് ആലോചിക്കണം. ഈ പ്രൊഫഷണലിസം കൊണ്ടൊന്നും പ്രായോഗിക രാഷ്ട്രീയത്തിൽ എത്രത്തോളം അവർ മുന്നേറാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യം, പ്രായോഗികമായ ചോദ്യം കൂടി ഉന്നയിക്കുകയാണ്. ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവതരിപ്പിക്കുന്നു, റോഡ് ഷോ പ്രഖ്യാപിക്കുന്നതിന് ശേഷമാണ് അറിയുന്നത് ഈ സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടികയിലെ പേരില്ലാത്ത ആളെയാണ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നതെന്ന്. എന്നാൽ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നാളെയും ഇതേ സമയം ഇലക്ഷൻ ചാനൽ വൈകുന്നേരം 6 മണിക്ക്.